ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് താനാകെ പിടിക്കപ്പെട്ടല്ലോ എന്ന അവസ്ഥയിൽ പതറി നിൽക്കാട്ടെ സുധി. എന്നെ സുധി പറയുന്നുണ്ട്, എന്നാലും എന്റെ സുധി സാധാരണ ആൺകുട്ടികളുടെ സ്വപ്നത്തിലൊക്കെ പെണ്ണുങ്ങളാണ് വരാറുള്ളത്. സുധിയുടെ സ്വപ്നത്തിൽ മസാല ദോശയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സുധി ചിന്തിക്കുന്നുണ്ട്, എന്റെ ഈശ്വര ഞാൻ പേടിച്ചു പോയി, ഇവൾ ഇത്ര പൊട്ടിയത് എത്ര ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സുധീനെ കളിയാക്കിക്കൊണ്ട് തന്നെ സുധി ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സുധി, നീ ഇങ്ങനെ കളിയാക്കി ചിരിക്കുമല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഇക്കിളി കൂട്ടിയാണ് കേട്ടോ. ശ്രുതിയെ വിട്ടുകൊടുക്കുന്നില്ല, തിരികെ ശ്രുതിനെ ഇക്കിളി കൂട്ടിയാണ്. ഇവരെ രണ്ടുപേരെ പൊട്ടിച്ചിരി കേൾക്കുന്ന സമയത്ത് താഴെ കടന്നുറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ രവിയും ചന്ദ്രയും. രവി അത്യാവശ്യം നല്ല ഉറക്കത്തിലായി. എന്നാൽ ചന്ദ്രയ്ക്ക് ഈ ചിരിയും ബഹളം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ചന്ദ്ര വേഗം രവിയേട്ട എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രവീനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ കേട്ടില്ലേ, ആദ്യം സച്ചിയുടെ രേവതിയുടെ മുറിയിൽ നിന്നാണ് പൊട്ടിച്ചിരി, പിന്നീട് ശ്രീകാന്തിന്റെ വർഷയുടെ മുറിയിൽ നിന്നായത്, അവസാനം ശ്രുതിയുടെ റൂമിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, ഈ പാതിരാത്രിക്ക് എന്ത് കാര്യത്തിൽ ഇത്രയധികം ചിരിക്കുന്നതിനൊക്കെ നമ്മൾ ചന്ദ്ര പറയുന്ന സമയത്ത് മക്കളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ട ചന്ദ്ര, നീ എന്തിനാ പിന്നെ ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പാതിരാത്രിക്കല്ലേ സന്തോഷം പ്രകടിപ്പിക്കണ്ടേ, ബാക്കി ആർക്കും ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ചിരിക്കാം, ആ ചിരി ആയുസ് കൂട്ടുമെന്നാ പറയുന്നതെന്ന് രവി പറയുന്ന സമയത്ത്, പിന്നെ ഈ നട്ടപ്പാതിരക്ക് ചിരിക്കാൻ എനിക്ക് പ്രാന്തില്ല, നിങ്ങൾക്ക് ചിരിക്കണം ആയുസ് കൂട്ടണമെന്നാണെങ്കിൽ നിങ്ങൾ ടെറസിന്റെ മുകളിൽ പോയി തന്നെ ഇരുന്ന് ചിരിക്കും, എനിക്ക് കിടന്നുറങ്ങണം, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത്, പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് രവി വീണ്ടും കടന്നുറങ്ങട്ടെ. എന്നാൽ 3 പേരുടെ റൂമിൽ നിന്ന് കേൾക്കുന്ന ചിരി വളരെയധികം അസ്വസ്ഥത നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ടാവുകയാണ്. ചന്ദ്രയ്ക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് രേവതി പൂക്കടയിലായിരിക്കും. ഈ ഒരു സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, രേവതി എനിക്ക് ശ്രുതിക്കുള്ള ഫുഡ് നീ ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞോട്ട് ശ്രുതി അകത്തേക്ക് കയറി പോകണം. രേവതി ഇത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുന്ന ഉടനെ തന്നെ ശ്രുതി ഒരു പൊതി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ശ്രുതിനെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സച്ചി വിചാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇന്ന് പുറത്തുനിന്നാണ് മേടിച്ചത്, അതുകൊണ്ട് തന്നെ തനിക്ക് രേവതിക്കുള്ള ഫുഡാണ് ബാക്കിയിരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് സച്ചി ഇതെടുത്ത് കഴിക്കുകയാണ്. നമ്മുടെ സുധീനെയും കൂട്ടിക്കൊണ്ട് നല്ല സർപ്രൈസ് കൊടുക്കാനായിട്ട് സുധി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സച്ചി ഈ ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴേ സുധി ചോദിക്കുന്നുണ്ട്, ഇവൻ തിന്നുന്ന കാണാനാണോ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അതല്ല സുധിക്ക് വേണ്ടിയിട്ട് മേടിച്ചിരുന്ന ഭക്ഷണമായിരുന്നു അത് എന്ന് പറയുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതി വന്ന് ഇങ്ങനെ സച്ചി ഇത് കഴിക്കുന്ന കാണുന്നപ്പോഴത്തേക്കും പറയുകയാണ്, ഇത് ഞാൻ മേടിച്ചല്ല ശ്രുതി മേടിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, ആരും മേടിച്ചാൽ എന്താ, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയം തന്നെ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന ഭക്ഷണമാണ് അവനിരുന്ന് കഴിക്കുന്നത്, ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുധി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് നാണയില്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട്, എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നാൽ നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് രവി അങ്ങോട്ട് ഇരുന്നത്. രവി മാത്രമല്ല ചന്ദ്രയും തൊട്ടുപുറകെ തന്നെ ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അറിയാതെയൊന്നുമില്ല, ഇവൻ മനഃപൂർവ്വമാണ് എടുത്ത് കഴിച്ചെന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അല്ല അച്ഛാ, സച്ചിയുടെ ഞാൻ മേടിച്ചോണ്ട് പോകുന്ന ഭക്ഷണമാണെന്ന് വിചാരിച്ചാണ് കഴിച്ചത്, എല്ലാവരും കഴിച്ചു എന്ന് വിചാരിച്ചാണ് കഴിച്ചത് എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് വേഗം തന്നെ സുധി പറയുന്നുണ്ട്, സച്ചി നിനക്ക് മാനേഴ്സ് ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, മാനേഴ്സ് നിനക്കാണ് ഇല്ലാത്തതെന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്ര, നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഇവൻ ബാക്കിയുള്ളവർ കഴിച്ചൊന്നും അറിയാതെ വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് വിഷമമാകുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി ഇത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയാണ്, മോളെ ഇതൊരു കൂട്ടുകുടുംബമാണ്, ഡൈനിങ് ടേബിളിന്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും അത് വന്ന് കഴിക്കാവുന്നതാണ്, അതേസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം മേടിച്ചെങ്കിൽ നിങ്ങൾ റൂമിൽ പോയി കൊണ്ടേ കഴിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അന്ന് ഇവനെന്താ ചിക്കൻ 65 അങ്ങനത്തെ സാധനം മേടിച്ചിട്ട് വന്ന സമയത്ത് ഇവൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലേ കൊടുത്തോളൂ, അന്നേരം നിങ്ങൾ ഈ വർത്തമാനമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അന്നത്തെ സാഹചര്യമല്ല ചന്ദ്ര ഇത്, അന്ന് നിങ്ങൾ ആരും തന്നെ രേവതി ഭക്ഷണം കഴിച്ചു എന്ന് പോലും ചോദിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്, അപ്പോൾ ആ ഒരു ദേഷ്യത്തിന്റെ പേരിൽ മാത്രമാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇതുവരെ അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് രവി ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയുടെ വായ അടയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് സച്ചിയോട് പറയുന്നത്, സച്ചിയേട്ടൻ നമ്മൾ കഴിക്കുന്നതിന് മുന്നിൽ വേറെ ആരെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ഞാൻ മൈക്ക് സെറ്റ് വിളിച്ച് ഇവിടെയൊക്കെ വിളിച്ച് ചോദിക്കാം എല്ലാവരും കഴിച്ചോ എന്ന്, 2 പൊതി ബാക്കി ഇരിക്കേണ്ടപ്പോൾ എൻ്റെ രവിയുടെ ഫുഡായിരിക്കും ഇരിക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കൈ കഴുകുന്നതിനോടെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയും ചെയ്തിട്ടോ. കൈ കഴുകി തിരികെ വന്നതിന് ശേഷം മസാല ദോശയുടെ പൈസ എന്ന് പറയുമ്പോഴത്തേക്കും, സുധി മസാല ദോശയുടെ പൈസ എത്രയെന്ന് വേഗം പറഞ്ഞു, അവൻ ഇപ്പം തരുമെന്ന് സുധി മറുപടി പറയുകയാണ്, ഇത് ഞാൻ തരാനോ, നീ പാർക്കിൽ കിടന്നുറങ്ങിയ സമയത്ത് എൻ്റെ ഭാര്യയിൽ നിനക്ക് വേണ്ടി എല്ലാം വെച്ചുണ്ടാക്കി തന്നത്, അതുകൊണ്ട് തന്നെ മസാല ദോശയുടെ പൈസ അത് എത്രയെന്ന് നീ പറ, അവളുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ പൈസയും മൊത്തം കൂട്ടിയിട്ട് ബാക്കി നീ എനിക്ക് തരാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത്. ഈ ഒരു സമയത്ത് തന്നെ വർഷ പറയുന്നുണ്ട്, എല്ലാവരും മിണ്ടാതിരിക്കുക, ഒരു ദോശയുടെ പേരിലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, വിശപ്പ്
കഴിക്കാൻ പാടില്ല എന്നിട്ട് തോന്നുന്നു ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. കഴിച്ച് വിശപ്പൊക്കെ മാറുമ്പോഴത്തേക്കും എല്ലാവരും ഓക്കെ ആകും എന്നൊക്കെ നമ്മുടെ വർഷ പറയുമ്പോഴത്തേക്കും, പക്ഷേ നീ എന്തിനാ ഭക്ഷണം ഓർഡർ ചെയ്ത്, ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി തരില്ലായിരുന്നു എന്ന് രേവതി ചോദിക്കുകയാണ് കേട്ടോ. രേവതി ചേച്ചിക്ക് പൂക്കടയൊക്കെ തുറക്കണ്ടല്ലേ, സാരയില്ല ഇന്നിപ്പോൾ എല്ലാവർക്കും കൂടി പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. രവിയും പോകും. അങ്ങനെ എല്ലാവരും കൂടി പോയതിനു ശേഷം വേദന ശ്രുതി ഒരു പൊതിയും കൂടെ ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാ ശ്രുതി വാ നമുക്ക് പോയി റൂമിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൊതിയും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവാണ്. സച്ചി പൊതിയും എടുത്തോട്ട് റൂമിലേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടിയിട്ടാണ്. ഇരുവരും കൂടിയിട്ട് ഏത് വിധേനയും നമ്മുടെ സച്ചിയെ രേവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഒരു തന്ത്രങ്ങളും പ്ലാനുകളും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഭാമ പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണ് നീ എന്നെ വിളിച്ചു വരുന്നത്, ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല, ബാക്കിയുള്ളവന് വിശന്നിട്ടും മേലെ, ഇതൊക്കെയാണ് നിനക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുവരും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഇത് കാണുന്ന സമയത്ത് ഭാമ പറയുന്നുണ്ട്, ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് നല്ലതാണ്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് വിശക്കുന്നൊന്നുമില്ല, അത് ഐഡിയ പറയുമ്പോഴത്തേക്കും എനിക്ക് വിശന്നിട്ട് മേല, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ഐഡിയ വരുള്ളൂ, നീ വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് ഭാമ റെസ്റ്റോറൻറ്റിലേക്ക് കയറുക കേട്ടോ. ഈ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റിൽ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ശ്രുതി. അമ്മയുടെ കൂട്ടുകാരിയും വരുന്ന കാണുമ്പോഴത്തേക്കും ഹായ് അമ്മ എന്ന് പറഞ്ഞതിന് ശേഷം അയ്യോ എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വാഷിംഗ് റൂമിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. അവിടെ ചെന്ന് മറിഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ ശ്രുതി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാനാണ്. ഈ ഒരു സമയത്ത് ഷോപ്പിൻ്റെ ഓണർ ചിന്തിക്കുകയാണ്, ഈ ടേബിളിൽ ആളെവിടെ പോയി, ഇവിടെ ഓർഡർ ചെയ്യാനുള്ള ആളെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആളെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. കിച്ചണിൽ ചെന്നതിന് ശേഷം ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് തനിക്കറിയില്ല എന്ന് അവിടെയുള്ള ഒരു ഷെഫ് മറുപടി പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി എങ്ങനെയെങ്കിലും അമ്മയൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ആരെ ഓർഡർ എടുക്കാൻ പോകും, അത് എൻ്റെ ടേബിൾ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആൾക്ക് ടെൻഷൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ സഹപ്രവർത്തനം വരുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, എടാ ഉണ്ണി എനിക്കൊരു സഹായം ചെയ്യാമോ, ആ ഒരു ടേബിളിൽ നിന്നുള്ള ഓർഡർ എടുക്കാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിന്റെ ടേബിളല്ലേ, ഞാൻ എന്തിനു എടുക്കണമെന്ന് ചോദിക്കുകയാണ്. ആ ടേബിളിൽ ഇരിക്കുന്ന വ്യക്തി എനിക്കറിയാം, അവർ ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് നീ ഇന്നത്തെ എൻ്റെ ഓർഡർ എടുത്തിട്ട് നിനക്ക് പകരമായിട്ട് വേറെ ദിവസം ഞാൻ 2 ഓർഡർ എടുത്തോളാം എന്നൊക്കെ ശ്രുതി പറയുകയാണ്. അദ്ദേഹം അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാമയുടെ ചന്ദ്രയുടെ ഓർഡർ എടുക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഭാമ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാഷിംഗ് റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അയ്യോ ആൻറ്റി ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വേഗം ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഭാമ കൈ വാഷ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ശ്രുതി ഇവർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ തൊട്ടപ്പുറത്തെ ടേബിളിലേക്കുള്ള ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി എങ്ങനെ അപ്പുറത്ത് ചെന്ന് ഓർഡർ എടുക്കും, അമ്മയും ആൻറ്റിയും എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഷോപ്പിൻ്റെ ഓണർ എടാ ശ്രുതി നീ ഇത് എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലോട് കൂടി തന്നെ തിരിഞ്ഞു നോക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.